ഒരു ദിവസം കൊണ്ട് കറുത്തിരിക്കുന്ന എന്നെ വെളുപ്പിച്ചേ പറ്റൂ എന്നുള്ള ഒരു പിടിവാശിന്റെ പുറത്ത് ഞാൻ ഒരു സാധനം ഒന്ന് വെറുത്തിട്ട് നോക്കിയതാണ്. ഒരേ സമയത്ത് 2 നിറങ്ങൾ മുഖത്ത് കാണുമ്പോൾ ഞാൻ സകല ദൈവങ്ങളെ വിളിച്ചിട്ടുണ്ട്. കാരണം അത്രക്കും മാറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറയുന്നതും ഞാൻ കാണിക്കുന്നതും 1000 വട്ടം സത്യമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയാൻ പോകുന്ന ഒരു പോവണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ഒരു സാധനം വെച്ചിട്ട് തന്നെ നമ്മളത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷെ അത് ആൾക്കാർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാനിതാ നമ്മളിത് ഇപ്പം ഈ കാഴ്ച വീഡിയോയിലെ ഈ ഒരു വീഡിയോ ഞാനൊന്നും ചെയ്യാൻ വിചാരിച്ചു. കാരണം അത്രക്ക് റിസൾട്ട്. അപ്പം ഞാൻ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് പഠിച്ചാൽ ഈ ഒരു ബുദ്ധി എനിക്ക് നേരത്തെ തോന്നാഞ്ഞത്. കാരണം ഒരു ഭാഗത്ത് ഇടുമ്പോഴത്തേക്ക് ഇത്ര ഇങ്ങനെ വിസിബിൾ ആയിട്ടുള്ള ഭയങ്കര ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു അത് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറയാനെങ്കിൽ അത് ഒരൊറ്റ യൂസിൽ നമ്മൾ എന്തുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല നേരത്തെ. അപ്പം ഞാൻ ഉണ്ടാക്കി എന്തായാലും വേണ്ടില്ല. നമുക്ക് ഈ കറുത്ത ശർക്കര പോലെ ഈ മുൾട്ടാണി മിട്ടിയല്ല എന്താ ഇരട്ടി മധുരമൊന്നും ഇവിടെ ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ വേഗം പോയി കടയിൽ പോയിട്ട് ഇതൊക്കെ വാങ്ങി കറുത്ത ശർക്കര എന്നെ നോക്കി വാങ്ങി. എന്നിട്ട് കറുത്ത ശർക്കരയും ഇതൊക്കെ വേഗം വാങ്ങി കൊണ്ടുവന്നു. കാരണം ഇത് ഇട്ടിട്ട് ഇമ്മാതിരി റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്തിനു വേറെ പാർലറിലൊക്കെ പോയി ഫേഷ്യലൊക്കെ ചെയ്ത് വെറുതെ പൈസ കളയണം, ഇതൊക്കെ ട്രൈ ചെയ്താൽ പോരെ. അപ്പം ഞാൻ എന്താക്കി ഒന്നും കണ്ടങ്ങോട്ട് തുടങ്ങി ഇത് ചെയ്യണം. അപ്പം എന്തായാലും ഇന്ന് നമ്മൾ ചെയ്യാൻ പോവാണ്. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കൂടെ കാണിച്ചില്ല ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത്. കാരണം ഓള് ഉണ്ടാക്കിയ പോലെ സെയിം സംഭവം സെയിം കറക്റ്റ് അതേ മെത്തേഡ് ടൈമിംഗ് ഒക്കെ ഞാൻ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. 1 മിനിറ്റ് 3 മിനിറ്റ് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പം എനിക്ക് കുറച്ചുകൂടെ റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുമല്ലോ നിങ്ങൾ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് വല്ല യൂസ് ചെയ്ത് ഓളെങ്ങാട്ടിൽ കുറച്ചുകൂടെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടല്ലോ അങ്ങ് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരുന്നില്ല. അപ്പം ഞാനും ആ സെയിം സാധനം തന്നെയാണ് ഇട്ട്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയതും ഓള് ഉണ്ടാക്കിയതും ഞാൻ അങ്ങനെ മുകളിൽ കാണിക്കാം സെയിം ആയിട്ടും എങ്ങനെ ഉണ്ടാക്കിയെന്ന്. എന്നിട്ട് നമുക്ക് എന്തായാലും ഇട്ടിട്ട് നോക്കാം. ഈ സൈഡ് ഇടണോ ഏതെങ്കിലും ഒരു സൈഡ് ഇടാതെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾ ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന് കണ്ടിട്ട് വരും. ഓക്കെ, അങ്ങനെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിതാ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു പാത്രത്തിൽ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നല്ല പഴുത്ത കാരക്ക തന്നെ, ഈത്തപ്പഴം അതന്നെയല്ലേ, കാരക്ക തന്നെയാണ് എടുത്തത്. നല്ല പഴുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല എക്സ്ട്രീമായി നല്ല പഴുത്ത കാരക്ക തന്നെ കേട്ടോ ഇത്. എന്നിട്ട് അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അതിൽ കാണിച്ച പോലെ തന്നെ ഒരു 5-6 കാരക്കയാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് അവർ പറഞ്ഞ പോലെ തന്നെ ശർക്കര. അപ്പോൾ ശർക്കര 2 കളറുണ്ട്. അതായത് ഒന്ന് നല്ല കറുത്ത കളറുള്ള ശർക്കരയുണ്ട്, കുറച്ച് ലൈറ്റായിട്ടുള്ള ശർക്കരയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം നല്ല ഡാർക്കുള്ള ശർക്കര തന്നെ എടുക്കണം, കറുപ്പ് കളറിലുള്ള. അപ്പോൾ അത് തന്നെയാണ് ഞാൻ നോക്കിയെടുത്തത്. എന്നിട്ട് ഇത് അതിലേക്ക് പാലിലേക്ക് ഇട്ടിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ ഓല് ചെയ്ത വീഡിയോ ഞാൻ മുകളിൽ പ്ലേ ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇപ്പം എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഇതൊന്നുമല്ല, നമ്മുടെ ശർക്കരയാണ്. സോ നിങ്ങൾ നല്ല കറുത്തിരിക്കുന്ന ശർക്കര മേടിക്കാൻ നോക്കുക. ചില കളറുകൾ കാണുമ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. നല്ല കറുത്തിരിക്കുന്ന ശർക്കര വാങ്ങിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഈത്തപ്പഴമാണ്. നല്ല അലിഞ്ഞിരിക്കണ ഈത്തപ്പഴം വേണം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈത്തപ്പഴം എൻ്റെ ഫേവറേറ്റ് ആണ്. അത്രക്കും റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈത്തപ്പഴം. നല്ല അലിഞ്ഞിരിക്കുന്നത് തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ശർക്കരയും ഈ നമ്മുടെ ഈത്തപ്പഴവും പച്ചപ്പാല് നമ്മൾ കുതിർക്കാൻ വേണ്ടി വെക്കണം. ഒരു മിനിറ്റ് മാത്രം മതി. അപ്പോഴേക്കും ഇതിങ്ങനെ അലിഞ്ഞിട്ടുണ്ടാകും. എന്നിട്ട് നമ്മൾ എന്താ അറിയോ, ഇത് മിക്സിയിൽ കൊണ്ടുപോയിട്ട് അടിച്ചെടുക്കാൻ നോക്കുക. നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇതുപോലെ. സോ ഇതാണ് നമുക്ക് അത്രക്കും മാറ്റം തരുന്ന ഒരു സംഭവം. ഇത് മാത്രം തന്നെ ഇട്ടാൽ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് മാറ്റം കിട്ടുന്നതാണ്. സോ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ഈ പച്ചരി ഞാൻ പല വീഡിയോസിലും കാണിക്കാറുണ്ട്. കാരണം എനിക്ക് അത്രയും റിസൾട്ട് തരുന്ന ഒന്നാണിത്. ഇതില്ലാതെ എനിക്ക് വേറെ ഒരു സംഭവം ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. കാരണം ഇത് ഭയങ്കര റിസൾട്ടാണ്. അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് പച്ചരി. ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇത് നമ്മളെന്തായാലും 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. പൊടിച്ചെടുത്തതാണ്, നല്ല ഫ്രഷ് തന്നെ ആയിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് നിങ്ങൾ കേൾക്കാത്തൊരു കാര്യമാണ് ഇരട്ടി മധുരം എന്ന് പറഞ്ഞിട്ടുള്ളത്. കുറേ ആൾക്കാർക്ക് അറിയാവുന്ന ചില ആൾക്കാർക്ക് അറിയില്ല. നമ്മൾ മുമ്പ് വീഡിയോസിൽ
മുൾട്ടാന മിൾട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് സെയിം ആണ് ഈ ഇരട്ടി മധുരം എന്ന് പറയുന്നതും. അപ്പോൾ ഇത് 1 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല തൈരാണ്. നല്ല പുളിയുള്ള തൈര് തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് എന്തായാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ എടുത്ത് പറയാണ്, ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 3 മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. തണുപ്പിച്ചിട്ടായിരിക്കണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫേസ് ഇതാ നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫേസ് പാക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കിയ സാധനം എന്താ പറയുക കിട്ടും. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, കാരണം ഇതൊരു ഭയങ്കര സംഭവമായിട്ട് മാറുമല്ലോ. ഒരു ഭയങ്കര ഒരു മെഡിക്കൽ മിറാക്കിൾ എന്ന് പറയാൻ പറ്റുമോ? ഇത് വേറെ എന്തോ ഒരു സംഭവമാണ്. കാരണം അത്രയ്ക്ക് റിസൾട്ട് എനിക്ക് ആലോചിക്കാൻ പോലെ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ കാരണം പറയണേ ഇങ്ങനെ എന്താ പറയപ്പതിനൊക്കെ. ഞാൻ എന്തായാലും വേഗം ഇട്ട് നോക്കട്ടെ. എനിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കുറേ നേരമായി 3 മിനിറ്റ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കൊണ്ടുപോകണം. ഇപ്പോൾ ഇത് ചൂടാവണേക്കാളും മുമ്പ് റിസൾട്ട് മാറുന്നതല്ലോ. അപ്പോൾ നമ്മൾ വേഗം എന്താക്കാതെ ഇട്ടോ. അതിന് മുമ്പ് ഞാൻ കുറച്ച് ബാക്കോട്ട് ഇരിക്കല്ലേ, നമുക്ക് കുറച്ചുകൂടെ കാണാമല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഈ പാത്രമാണോ? എല്ലാവരും ഇതിൻ്റെ ഫേസ് കണ്ടോളൂ കേട്ടോ. ഞാൻ ഇതിനേക്കാളും മുന്നേ അത്രയ്ക്ക് ഷുവർ റിസൾട്ടാന്നൊക്കെ പറഞ്ഞത്. അപ്പം നമുക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ടാവും നോക്കാം. ഇവിടെ പുറത്ത് ഭയങ്കര മഴയാണ്. മഴ കൊണ്ട് ഈ ലൈറ്റിംഗ് ഒന്നും ഇല്ല. അപ്പോൾ അത് എടുക്ക് ഇങ്ങനെ സൂര്യൻ പോകുകയാണെന്ന് ഞാൻ എന്താ എനിക്കറിയില്ല. എടുക്കുന്ന ലൈറ്റ് ഇങ്ങനെ കുറേ കൊടുക്കാണ് കളിക്കേണ്ടത്. അതൊന്നും കാര്യമല്ല. അപ്പം ഇട്ട് നോക്കാം. മൊത്തത്തിൽ നോക്കുന്നുണ്ട് കാര്യം. ഞാൻ ഈ ഇങ്ങനത്തെ സംഭവത്തിന് ഭയങ്കര എതിരാണ്. കാരണം ഒറ്റ ടൈമിൽ ഇങ്ങനെ ഭയങ്കര മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെന്തിനാ വെറുതെ ഇങ്ങനെ കുറ്റം പറയണം. നമ്മൾ ഇട്ടിട്ട് ശരിയാണെങ്കിൽ സത്യമാണെങ്കിൽ എന്താ നല്ലത് പറയണം, ശരിയാണെന്ന് പറയണം. റിസൾട്ട് ഇല്ലെങ്കിൽ പറഞ്ഞാൽ പോലെ അത് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലെ. നമ്മൾ വെറുതെ ഇത്രയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കേട്ടോ കറക്റ്റ്. ഓക്കെ, നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഇടുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മളിതാ ഇട്ടുണ്ട്. മായമില്ല, മന്ത്രമില്ല, ഒന്നുമില്ല, നോ എഡിറ്റിംഗ്, നത്തിങ്. നേരെ ലൈവായിട്ട് നമുക്ക് റിസൾട്ട് കാണാം, അത്രേ ഉള്ളൂ. പിന്നെ ഇത് 30 തൊട്ടിട്ട് 40 മിനിറ്റോ 20 മിനിറ്റോ എങ്ങനെ വെക്കണം. ഇപ്പോൾ സമയത്തായി ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു 4 മണിയുണ്ടോ, അല്ലെങ്കിൽ 4:30 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറക്റ്റ് 4 വരെ. നോ ഒരു ദൂരം കേട്ടോ. പെർഫെക്റ്റ് നമ്മൾ കള്ളം മഴ മാറി നമ്മളെന്താ ഇത് അവരെ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നും വേണ്ടി എന്തായാലും റിസൾട്ട് ഉണ്ടെങ്കിൽ പോയിക്കും. പിന്നെ എനിക്കൊരു വലിയ ഡൗട്ട് എന്താ വെച്ചാൽ, എനിക്ക് മാത്രമേ ഡൗട്ടാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കൊന്നും എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഒരിടുമ്പം കുറേ വീഡിയോസ് സെയിം റിസൾട്ട് ഉണ്ടാവും. ഇവിടെ വൈറ്റും ഇവിടെ കുറച്ച് കളറും. അങ്ങനെ ഞാൻ വെച്ച് ഇതിങ്ങനെ ഇടുന്നതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ ഇങ്ങിടും. അപ്പോൾ നല്ല പെർമനൻറ്റ് റിസൾട്ടാണ്. കറുത്ത ആൾക്കാരെ വെളുപ്പിക്കും, ഉറപ്പായിട്ടും വെളുപ്പിച്ചിങ്ങനെ വെള്ള കളറാക്കും എന്നൊക്കെ പറയുന്നത് ഇത് കിട്ടാൻ. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ഇതിങ്ങനെ ഇടുമ്പോൾ ഓൾറെഡി നമ്മൾ വെളുക്കുമല്ലോ, വെള്ള കളർ പറയും. അപ്പോൾ വെള്ള കളറായിരിക്കും നമ്മൾ പിന്നിടുമ്പോൾ പിന്നെ നമ്മളൊന്നുകൂടെ ഡാർക്ക് ആയിട്ടാണ് പിന്നെ വെള്ളവാ. കാരണം എല്ലാ പ്രാവശ്യം നമ്മളും സെയിം റിസൾട്ടാണ്. ഇവിടെ ആ കളർ ഇവിടെ വരുന്നത്. ആ ഒരു കളറിന് ഒരു ഇത് മാറ്റം എനിക്ക് തോന്നുന്നില്ല. ചിലപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടായാലും നിങ്ങൾക്ക് തോന്നി പറയാം. പിന്നെ കുറേ ആൾക്കാർ ഒന്നും എന്നോട് പറയില്ല വീഡിയോ ചെയ്യാനും, അവരൊന്നും പറയില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഉണ്ട് നോക്കിയിട്ട് അത് കൊള്ളാതെ വീഡിയോ നോക്കി ഞാൻ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ചെയ്യാം. പിന്നെ ഈ ഒരു പാക്കിന് പിന്നിൽ ഒരു സംഭവമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് വെളുത്തേ പറ്റൂ എന്നുള്ളൊരു ദൃഢമായ ഒരു ഇതിൽ എടുത്തിട്ട് എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കിയാലാണ് ഇത്ര റിസൾട്ട് കിട്ടും ഒരൊറ്റ ദിവസം കൊണ്ട്. അങ്ങനെ ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് ഇട്ടിട്ട് ആ റിസൾട്ട് കണ്ടിട്ട് എല്ലാ ദൈവങ്ങളെയും വിളിച്ചെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം, പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു ഇൻഗ്രീഡിയൻസ് എനിക്ക് പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയില്ലല്ലോ. എന്തായാലും ഒരു പരിധി വന്ന് ഇതൊക്കെ ഒന്ന് നമ്മളിലേക്ക് നമുക്കൊക്കെ ഒന്ന് കിട്ടിയിട്ട് ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇതൊക്കെ സത്യമായിരിക്കുമോ? ഞാൻ അവസാനം കണ്ണിൻ്റെ ചുട്ടിട്ടില്ല. കണ്ണിൻ്റെ ചുട്ട് മാത്രം ഒന്നും കൂടെ കുറത്ത് ഇരുന്നിട്ട് ബാക്കിയുള്ളവർക്ക് വെളുക്കുമല്ലോ, വെളുത്ത് പാറും. ഞാൻ കണ്ണിൻ്റെ അടിയിൽ നോക്കണോ? ആണല്ലോ, നമുക്ക് എങ്ങനെ നോക്കാം.
ഞാൻ എന്തായാലും ഇത് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഉണങ്ങി കഴിഞ്ഞിട്ട് വരാം, അതായിരിക്കും ബെറ്റർ. പിന്നെ ഇങ്ങനെ പറഞ്ഞത് ഇത് അവരിങ്ങനെ ഫുള്ളിൽ ഇങ്ങനെ ഇരുന്ന് കാണിച്ചില്ല, ജസ്റ്റ് കട്ട് ചെയ്ത് കാണിച്ചു. കാരണം അരമണിക്കൂറൊക്കെ ഇങ്ങനെ ഉണങ്ങുന്ന നോക്കിയിരിക്കാൻ ആരും ഉണ്ടാവില്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് ഞാനിത് ഉണങ്ങിയിട്ട് വരാം. ഉണങ്ങുന്ന നോക്കുന്നത് ജസ്റ്റ് വെള്ളം കൊണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം പറഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ചുളിഞ്ഞു പോകും. വെളുത്തിട്ട് മാത്രം കാര്യമില്ല, ചുളിഞ്ഞ സ്കിന്നായിട്ട് കാര്യമുണ്ടോ ഇല്ല. അപ്പോൾ നമ്മൾ ചുളിയാണ്ട് വെളുക്കണം, അപ്പോഴാണ് സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചുളിയാണ്ട് വെളുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ സമയം എന്താ 4:35, കുറച്ചുകൂടെ നേരെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഇത് നല്ലോണം ഉണങ്ങിയിട്ട് ഞാൻ എടുക്കുക വെള്ളമൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും ചുളിയാണ്ട് നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങോട്ട് വെളുത്തിട്ട് പാറുമ്പോഴേ സീനായി. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ സാധാരണ പച്ചവെള്ളമാണ്. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പോൾ കാത്തിക്കുന്ന എൻ്റെ മറ്റേ സൈഡ് കാണാനല്ലേ എനിക്കറിയാം. കൗതുക ലക്ഷം കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാവും എനിക്കറിയാം. അതുകൊണ്ട് ഇത് തുടങ്ങമേ, ഇതൊന്ന് കൊടുക്കട്ടെ. ജസ്റ്റ് ഒന്ന് ജസ്റ്റ് എന്റെ മോനെ, എന്റെ എത്ര ഒക്കെ പോയ വെറുതെ എങ്ങനെ മനുഷ്യന്മാരെ പറ്റിയിട്ട് ഇങ്ങനെ പഠിച്ചോനെ. ഞാനിപ്പോ നിങ്ങളുടെ ദൈവങ്ങളെ മൊത്തം വിളിക്കേണ്ടി വരും. ദൈവങ്ങളെ വേറെ ആരെങ്കിലൊക്കെ വിളിക്കേണ്ടി വരും മിക്കവാറും. ഇതെന്താ എൻ്റെ എത്രയൊക്കെ സാധനം ഇനി ബാക്കിയാ? എന്തിനാ വെറുതെ എൻ്റെ എത്ര കാരൊക്കെ പോയി, എൻ്റെ എത്ര പാല് പോയി, എൻ്റെ എത്ര എന്താ ഇറച്ചി മുതൽ അവൻ്റെ പൊടി തിന്നാൻ പറ്റില്ലല്ലോ വെറുതെ. പിന്നെ ശർക്കരയും മറ്റേ കാരക്കയും പാലും കൂടെ ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ സ്മെല്ല് എന്തെങ്കിലും തിന്നാൻ തോന്നുന്നു. അങ്ങനെ എന്നിട്ട് ഞാൻ തിന്നാണ്ട് ഫേസിൽ ഇങ്ങനെ വെളുക്കാൻ വേണ്ടിയിട്ട് കറുപ്പ് കളർന്ന് വെളുത്ത് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഓ മൈ ഗോഡ്, പറ്റിച്ച് ജീവിക്കുക അല്ലേ? ഇങ്ങനൊന്നും ചെയ്തിട്ടോ. അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഏത് ഭാഗത്തപ്പോൾ ഈ ഫേസ് പാക്ക് ഇട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഒരു മാറ്റില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാം. ഇനി ആ ഒരു ചേഞ്ച് എങ്ങനെ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ChatGPTയോടൊക്കെ ചോദിച്ചു നോക്കി എങ്ങനെ ഈ സംഭവം നടക്കണേ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് ആയിരിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു, എനിക്കറിയില്ല. എന്തായാലും ഇത് 110% ഫേക്കാണ്. ഇതൊക്കെ സത്യം പറയുകയാണെങ്കിൽ പറ്റിപ്പ്. അല്ലാതെ ഇപ്പോൾ എന്താ എന്നിട്ട് നമ്മൾ ഓക്കെ നമുക്കിത് പറയാണ്ട് നമ്മളിത് ഉപയോഗിക്കാണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് എന്താക്കാം, ജസ്റ്റ് എന്തെങ്കിലും ഇൻഗ്രീഡിയൻ്റ് ഇപ്പോൾ തൈര് കൂട്ടിയില്ല, പാല് കൂട്ടിയില്ല, അല്ലെങ്കിൽ ശർക്കരയുടെ കറുപ്പ് കുറച്ച് കുറഞ്ഞു പോയി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് എന്തെങ്കിലും മാറ്റമുണ്ട് പറയാം. എന്നാലും ആ റിസൾട്ട് ഇത്രയും മാറ്റമൊന്നും ഇല്ലാണ്ട് കൂടുതൽ കുറച്ചെങ്കിലും റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷേ ഇത് അതൊന്നുമില്ല. ഞാൻ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് എന്നിട്ടും ഇത്ര റിസൾട്ട് എനിക്ക് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോയി വിചാരിച്ചില്ല. അത്രയ്ക്ക് അടിപൊളി അല്ലേ? എന്നിട്ട് കണ്ടിട്ട് പറ്റേ തോന്നുന്നത് കുറേ ആൾക്കാരായിട്ട് കാണുന്നു. ചില ആൾക്കാർ കമൻറ്റ് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ റിസൾട്ട് എവിടെ? വെറുതെ ആൾക്കാരെ ഇങ്ങനെ പറ്റിച്ച് ഇതൊന്നും നടക്കമുള്ള കാര്യമൊന്നുമില്ല. ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ വെളുക്കാൻ അങ്ങനെ പറയാം. നമ്മളിങ്ങനെ ചെയ്യാണ്ട് നമ്മളിങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ട് പറഞ്ഞത്. നമ്മളിങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഓക്കെ റിസൾട്ട് ഇവിടെ ചോദിക്കാമല്ലോ. കാരണം നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് ഇവിടെ ചോദിക്കാമല്ലോ. എനിക്ക് തോന്നുന്നു എൻ്റെ സ്കിന്നിന് ഇത് പറ്റിയില്ല തോന്നുന്നത്. അപ്പോൾ എനിക്കിതിപ്പോൾ വെളുക്കണ്ടേ? ഇപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? എന്താ പാലിൻ്റെ കമ്പനി മാറുന്നതാണോ? എനിക്കറിയില്ല. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ പശുപാല്, ആട്ടുംപാല്, എരുമപ്പാല്, കൈതപ്പാല് അങ്ങനത്തെ വല്ല വേറെ പാല് ഉപയോഗിക്കേണ്ടി വരുമോ? അല്ലെങ്കിൽ കാരക്കന്നെ വേറെ ഏതെങ്കിലും നല്ല പൈത്ത കാരക്കന്നാണ് നല്ല ടേസ്റ്റ് സൂപ്പർ കാരക്കുന്നുണ്ട്. ഒക്കെ പോട്ടെ, എല്ലാം ക്ഷമിക്കാം. പക്ഷേ ഇങ്ങനെ ട്രൈ ചെയ്ത് ഇങ്ങനെ ഒത്തിരി റിസൾട്ട് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയൊക്കെ ഒന്ന് തെറ്റട്ടെ. അത് നമുക്ക് ട്രൈ ചെയ്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഈ കാരക്കയും ഈ സാധനമൊക്കെ വാങ്ങിയിട്ട് ഒരു റിസൾട്ടും ഇല്ല, ഒരു മാറ്റമില്ല കേട്ടോ, ഒരു ദൂരം. അത് ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ഇത്ര സാധനമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കുടുംബം ഇതായി പോയല്ലോ ഇത്ര വെറുതെ. അപ്പം എന്തായാലും കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞ് വരുമ്പോഴാണ് രക്ഷ ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഞാൻ എന്താ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും ഇത് ചെയ്തിട്ട് ഒരു ഉപകാരവും എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പ്രശ്നമായിരിക്കാം, ഞാൻ ഉപയോഗിച്ച് ഇൻഗ്രീഡിയൻ്റെ പ്രശ്നമായിരിക്കാം എന്നുള്ളത് തോന്നലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇന്നപോലെ നിങ്ങൾ പെടുമ്പോഴും നിങ്ങൾക്കും പ്രശ്നമാണ്. പാലിന് പകരം പാല് പശു മാറി
ഉപയോഗിച്ച പാലിൻ്റെ പശ മാറിയിരിക്കും, അല്ലെങ്കിൽ കാരക്കൻ്റെ കളർ ഒന്നും കുറഞ്ഞു, ചിലപ്പം മറ്റേ ശർക്കരൻ്റെ കളർ കുറച്ച് കൂടിയിട്ടാണ് എൻ്റെ മുൾട്ടാണി മിട്ടി ലോക്കലേക്കും അല്ല മുൾട്ടാണി മിട്ടില്ല എന്താ ഇരട്ടി മുഴുവൻ. ഞാൻ മറ്റേ കോട്ടക്കൽ ആര്യവൈദ്യശാല അവിടെ പോയിട്ട് വാങ്ങിച്ചിട്ടോ, നല്ല സാധനം ചെല്ലുന്നത് അവിടെ പോയിട്ട് ഞമ്മളത് വാങ്ങിച്ചു. അപ്പം എന്തായാലും ഇങ്ങനൊന്നും ആൾക്കാരെ പറ്റിക്കരുത്. ഒന്നാമത്തെ കാര്യം. വേറെ കാര്യം, എനിക്കിത് വർക്കായില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല വീഡിയോസ് സജഷൻ ഉണ്ടെങ്കിൽ പറയും. എന്നും എല്ലാ വീഡിയോയിലും സെയിം സംഭവം തന്നെ നിങ്ങൾ പറയുന്നെങ്കിൽ സജഷൻ ഉണ്ടെങ്കിൽ പറയും, സജഷൻ ഉണ്ടെങ്കിൽ പറയും. ഒരു സജഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്ത് ചെയ്തു. അപ്പോൾ ഇതാണ് അവസ്ഥ. എനിക്ക് വിഷമം അതല്ലെങ്കിൽ 4 കാര്യം. അപ്പോൾ 4 കാര്യം പാലും കഴിയില്ല, 4 കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഞാൻ പറ്റിക്കപ്പെട്ടു. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയും ഞാൻ പറ്റിക്കപ്പെട്ടു, ഇതും ഞാൻ പറ്റിക്കപ്പെട്ടു. ഇനി അടുത്ത വീഡിയോ ഞാൻ പറ്റിക്കപ്പെടില്ല എനിക്കറിയില്ല. എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് ഇങ്ങനത്തെ വല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കണ്ടില്ല ഒരു മാറ്റം കേട്ടോ, ഒരു മാറ്റമില്ല. അപ്പോൾ എന്താക്കാം, എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എനിക്ക് സജഷനുകൾ പറയാം. അത്രേ ഉള്ളൂ. അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അത് വർക്കെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമുക്ക് വീഡിയോ എന്തായാലും വൈകിപ്പിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.